ഗൈസ് ഇന്നിവിടെ ചിക്കൻ കറിയാണ്. അപ്പോൾ ഉള്ളി, ഇത് പിന്നെ പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് ചേർത്തേക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മസാല ഇട്ടു, എല്ലാം കൂടെ വഴറ്റി വെച്ചേക്കുക. ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പം അടുപ്പത്ത് വെച്ചിട്ട് നീ കാണാം. ചിക്കൻ ഇവിടെ കഴുകിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തോരാൻ വേണ്ടി വെച്ചേക്കുക പാത്രത്തിൽ. അപ്പോൾ ഇനി നമ്മൾ പാത്രം എടുക്കുന്ന പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതിനകത്ത് കറിക്കകത്ത് ഇടുന്നത്. ഇതിന് അതിനകത്ത് ഇച്ചിരി മുളക് പൊടിയും കൂടെ വരാറുണ്ട്. മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഈ ചിക്കൻ എടുത്ത് ഇതിനകത്തോട്ടിട്ട് ഇളക്കും. നമ്മൾ ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മസാല പിടിക്കാൻ വെക്കും. എന്നിട്ട് നമ്മളത് എടുത്ത് വെച്ച് വേവിക്കും. പിന്നെ മറന്നു പോയത് ഉപ്പുണ്ട് കേട്ടോ. ഉപ്പ് 3 കിലോ ചിക്കൻ മേടിച്ച ഇപ്പോൾ 1 കിലോ കണ്ടിട്ട് നമുക്ക്. പിന്നെ ഇതിനകത്ത് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. കരിവേപ്പില ചിലപ്പോൾ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ആൾക്കാർ മുന്നേ. വെളിച്ചെണ്ണ വെള്ളം തോന്നിയിരിക്കണം. കുറച്ച് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് കാണാം. ഗൈസ് നമ്മളിപ്പം ഏകദേശം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് 3 കിലോ അല്ല കേട്ടോ, ഇതൊരു 1 കിലോ ചിക്കനകത്തേ എടുത്തുള്ളൂ. 1.5 കിലോ 1.5 കിലോ ചിക്കനകത്തുള്ളൂ. ബാക്കി നമ്മുടെ അടുത്ത് വെച്ചു. ഇപ്പം സമയം 2:30. അതുകൊണ്ട് ചിക്കനെ വഴിച്ചിട്ട് കാണാൻ മതി. അപ്പം എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് അടുപ്പ് വെച്ച് വേവിക്കണം. ഓക്കെ, അപ്പം ഇത് വേവിക്കാൻ നേരം. ഓക്കെ, നമ്മൾ അവസാനം ഇച്ചിരി മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അവസാനം കാണിക്കാം. നമ്മളിനിയും സ്റ്റവ് എത്തിക്കാൻ പോവാം. സ്റ്റവിൽ കുറച്ച് അരികൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. സ്റ്റവ് എത്തിച്ചു, പാത്രം വെച്ചു, നോൺ സ്റ്റിക്ക്. അപ്പോൾ ഇതിനും കുറച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ കഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ചിക്കൻ വേവിക്കണം. ചിക്കൻ ഇട്ടിക്കൊണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു അരമണിക്കൂറോളമായി. അപ്പോൾ ഇതിനെ നമ്മളെടുത്ത് ഇതിനകത്തിട്ടിട്ട് വേവിക്കാൻ പോകും. വേവിച്ചിട്ട് ലാസ്റ്റ് മുമ്പേ വെച്ച മസാല എല്ലാം കൂടെ ഇതിനകത്തിട്ടിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമ്മളെടുക്കും. എന്നിട്ട് ലാസ്റ്റ് ഇത്തിരി മതി എല്ലാം കൂടെ ഇട്ട് കൊടുക്കും. ഗൈസ്, ചട്ടി നല്ല ചൂടായിട്ടുണ്ട്, ശബ്ദം കേൾക്കാമല്ലോ. നമുക്ക് കുറച്ച് എണ്ണ, നമ്മളത് ചക്കിലാട്ടിയ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയെന്തോ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ എടുത്ത് ഇതിനകത്തോട്ട് വേവിക്കുക. നമുക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ. പാത്രമല്ല കേട്ടോ വേവിക്കുന്നത്, ഒത്തിരി എണ്ണ അങ്ങോട്ട് പോകുന്നുണ്ട് അതിൻ്റെ.
നമ്മൾ ചിക്കനെല്ലാം എടുത്ത് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കും. ലിഡെടുത്ത് അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഇടയ്ക്കിടയിൽ ഒന്ന് നോക്കാം എങ്ങനെയായി കണ്ടീഷനാണ്. ഗൈസ് നമ്മളിപ്പോൾ വെച്ചിട്ട് ഏതാണ്ടൊരു 15 മിനിറ്റോളം ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. പ്രത്യേകം തവിയാം, ഇതിനകത്ത് തവിയുള്ളത് അതങ്ങ് പോയി. അപ്പം ഇതിട്ട് ഇളക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് വെക്കാം. തവി ഇതായിട്ട് ഇളക്കാനും പറ്റുന്നതാണ്. കേസ് ഞാനിത് ഇളക്കിയിട്ട് നമുക്ക് കാണാവേ, അല്ലെങ്കിൽ ഇന്ന് ഇളക്കി നടക്കത്തില്ല. കേസ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് വെന്തം തോന്നി. ഇപ്പം ഞാൻ ഒരു പീസ് ഇങ്ങനെ ഇളക്കി വെന്തം തോന്നാം. നമുക്ക് എന്തോരം ഇളക്കിയതില്ല. കഴിയണം. കേസ് കൊള്ളാൻ കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എരിയുണ്ട്. ഇനി നമുക്ക് മസാലയുണ്ട്. മസാല വെച്ചാൽ ഉള്ളി എല്ലാം അവിടെ വഴറ്റി ഞാൻ ആദ്യം കാണിച്ചിട്ട് അതെല്ലാം നമുക്ക് ഇനിയിട്ട് ഇളക്കണം. 5 മിനിറ്റ് ഇട്ടിരിക്കട്ടെ ലോ ഫ്ലെയിമിൽ. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് ഇളക്കാം. ഇതാണ് നമ്മുടെ മസാല. മസാല എന്ന് വെച്ചിട്ട് ഇത് എന്തുവാ, ഇത് മസാലയല്ല, ഉള്ളിയും തേങ്ങക്കൊത്തും എല്ലാം കൂടെ ഇട്ട്, തേങ്ങക്കൊത്തുണ്ട് കേട്ടോ, എല്ലാം കൂടെ ഇട്ട് വഴറ്റിയതാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ അരച്ച് വെച്ചേക്കുക. അപ്പം ഇനി ഇത് രണ്ടും കൂടെ ചിക്കൻ അരച്ചത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം കൂടെ വെക്കണം. ഗൈസ് ഒരു സംഭവമുണ്ട്. കറി ലീഫ്, ഇത് കറിവേപ്പില. ഓരോ സ്ഥലത്തും ഓരോ പേര് പറയും. ഇവിടെ കറിവേപ്പില എന്ന് പറയാം. ബേസ് നമ്മൾ അരച്ച് വെച്ച പീരയെല്ലാം കൂടെ അങ്ങോട്ട് അല്ല വയറ്റി വെച്ച എല്ലാം കൂടെ അതിനകത്തിട്ട് കൊടുക്കും. അരപ്പുണ്ട് ഗൈസ്, ഈ അരപ്പൂടെ ചൊടിച്ച് കൊടുക്കണം. ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ. അത് ജസ്റ്റ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കാശ്മീരി മുളക്, അപ്പോൾ അതിൻ്റെ കളറ്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറിയൊരു അത് മിക്സിക്കകത്തെല്ലാം കൂടെ കലക്കിയെടുത്തതാണ്. അപ്പം അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ഇരിക്കുന്നത് ചുറ്റിച്ചിട്ട് ഉണ്ട് ഗൈസ്. കുറച്ച് മാറ്റി ഇതൊന്ന് അരപ്പെല്ലാം കൂടെ ഇതാക്കിയിട്ടാണ് എല്ലാം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ചിക്കനകത്ത് നമ്മൾ ചിക്കൻ തോരാൻ വെച്ചുകൊണ്ട് ഒത്തിരി വെള്ളമില്ലായിരുന്നു. നമുക്ക് ഈ തവിയെ അതുകൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് പിടിച്ചിറക്കാനുള്ള പരുവത്തിന് അമ്മ ചെയ്യുന്നു. ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് 10 മിനിറ്റ് വിട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി. അതുകൊണ്ട്
നമ്മൾ ഒത്തിരി വെള്ളം പോലെ സാധനമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ചാറ് വേണം, പക്ഷേ ഈ തവണ കുറുക്കി എടുക്കേണ്ട ഇച്ചിരി. അപ്പോൾ ഒത്തിരി കുറുക്കിയല്ല, അത്യാവശ്യം. ഇനി നമുക്കിതായിട്ട് കാണാം. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മല്ലിയില ഉണ്ട്, മല്ലിയില കൂടെ മണ്ടയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മല്ലിയില ഇട്ട് തരാം. നല്ല ആവി വരുന്നുണ്ട്, ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയും തോന്നുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട്. അത്യാവശ്യം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇനി ചേർക്കാനുള്ള നമുക്കെടുത്ത് കറിവേപ്പിലെടുത്തു. നമുക്ക് ഇച്ചിരി മല്ലിയില ഇരിപ്പുണ്ട്, അതൊന്ന് തൂവി കൊടുക്കാം. ഇത്ര ഉള്ളായിരുന്നു. ഇവിടെ എല്ലാവരും കഴിക്കത്തില്ല മല്ലിയില, അതുകൊണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കൊണ്ടെടുക്കണം. അതായത് പിച്ചിടും. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയും ചെയ്യാനുള്ളത് കുറച്ച് എണ്ണ ഇന്ന് മണ്ടേ കൊടുത്തിട്ട് കുറച്ച് മതി. എണ്ണ കെട്ടി കൊടുത്ത് ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം, മല്ലിയിലയുടെ ഒക്കെ ഇത് വരാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് കാണാം. ഓക്കെ, ഫൈനൽ എന്താവും നോക്കാം. റൈസ് വെച്ചിട്ട് ഏതാണ്ട് 5 മിനിറ്റ് മേലായിട്ടുണ്ട്. ചേരക്കായിപ്പോയി. അപ്പോൾ നമുക്കിത് ഓൾറെഡി ലോ ഫ്ലെയിമിൽ നമുക്കിനി ഓഫാക്കി വെക്കാം. ഗ്യാസിനെന്തോ കുഴപ്പമുള്ളത്. നല്ല മല്ലിയിലയുടെ ഒക്കെ ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മുട്ടിക്കട്ടെ. അത്യാവശ്യം കുറുകെ കെട്ടിയേക്കുന്നത്. കറി എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. പ്ലീസ് കൊള്ളാം കേട്ടോ. നല്ല മസാലയൊക്കെ വന്ന് അത്യാവശ്യം ആവശ്യത്തിന് മസാലയും കറികളും എല്ലാം ഉണ്ട്. പിന്നെ മല്ലിയിലയുടെ ചെറിയ ടേസ്റ്റും പിന്നെ ഒരു വറുത്തരച്ച കറിയുടെ ഒരു ഇത് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല കറിയാണ്. എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ശ്രദ്ധിക്കണം, ഒത്തിരി വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള തന്നെ വെള്ളം ചേർത്തിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. സാധാരണ ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ വെള്ളം ചേർത്തെടുക്കാൻ വഴക്ക്. അപ്പോൾ ഈ തവണ വെള്ളം ചേർക്കാമെന്ന് ട്രൈ ചെയ്ത് കൊള്ളാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇനിയും അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.